എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു കുട്ടപ്പനെ കാണാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ വന്നിട്ടുള്ളത് റോയൽ എൻഫീൽഡ് ഇന്റർപ്രീറ്റ് വർക്ക്സ് എന്ന പാലക്കാടുള്ള ഷോറൂമിലാണ്. അപ്പൊ നമ്മുടെ ഈ ഒരു ക്ലാസിക് 350 ഗോവയ്ക്ക് ഒരു ട്രിപ്പ് പോയി, എന്നിട്ട് ഗോവൻ ക്ലാസിക് 350 ആയിട്ട് മാറിയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ എന്തൊക്കെയാണ് ഈ വാഹനത്തിൽ വരുന്ന ഫീച്ചേഴ്സ് നോക്കിയാൽ എന്തൊക്കെയാണ് ചേഞ്ചസ് നമ്മുടെ സാധാ ക്ലാസിക് 350 കമ്പയർ ചെയ്തിട്ടുള്ളത് ഈ വാഹനത്തിൽ വരുന്നത് നമ്മൾ എന്നെ പറയുന്നതായിരിക്കും. അപ്പൊ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ രണ്ട് വാഹനങ്ങൾ, ഗോവൻ ക്ലാസിക് 350 സാധാ ക്ലാസിക് 350. അപ്പോൾ നമുക്ക് ഗോവയ്ക്ക് ട്രിപ്പ് പോയാൽ നമ്മുടെ കുട്ടപ്പനെ നോക്കിയാലോ. അപ്പോൾ എന്തൊക്കെ വ്യത്യാസങ്ങളാണ് നമ്മുടെ സാധാ ക്ലാസിക് 350യിൽ കമ്പയർ ചെയ്തിട്ട് ഈ വാഹനത്തിലെ ഡിഫറൻസ് വരുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നോക്കുകയാണെങ്കിൽ വീൽസാണ്. ഇത് 19 ഇഞ്ചിൻ്റെ വീൽസാണ് വരുന്നത്, പിന്നിൽ 16 ഇഞ്ചിൻ്റെ വീൽസാണ് വരുന്നത്. ഇത് വൈറ്റ് വോൾ ടയേഴ്സാണ്. വൈറ്റ് വോൾ ടയേഴ്സിൻ്റെ ട്യൂബ്ലെസ് വീൽസാണ്. ട്യൂബ്ലെസിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നല്ല മൈലേജ് കിട്ടും. അതുപോലെ തന്നെ ഇൻ കേസ് പെട്ടെന്ന് പഞ്ചർ ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് ബ്ലാസ്റ്റ് ആവില്ല. കുറച്ച് എയർ പോയിട്ട് നമുക്കൊരു ടൈം കിട്ടും. വണ്ടി ഒന്ന് ഒതുക്കിയിട്ട് ചെക്ക് ചെയ്യാനുള്ള ഒരു ടൈം ഈ ഒരു വൈറ്റ് വോൾ ടയേഴ്സ് ആ ഒരു ട്യൂബ്ലെസ്സിന് കിട്ടുന്നുണ്ട്. പിന്നെ വൈറ്റ് വോൾ എന്ന് പേര് വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു വൈറ്റ് ഷെയ്ഡ് ഈ വീൽസിൻ്റെ 4 പുറം കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാമല്ലോ അല്ലേ. ആ ഒരു ഓൾഡ് സ്കൂൾ ക്ലാസിക് ടച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് റോയൽ എൻഫീൽഡ് ആ ഒരു വീൽസ് ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ ഈ ഒരു സൺസ്പോക്ക് വീൽസ് ആണ് ഇവർ പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഒരു സൺൻ്റെ റൈസ് പോകുന്ന പോലെയാണ് ആ ഒരു വീൽസിൻ്റെ വരുന്നത്. അതിനെക്കാട്ടിലും ഒന്നുകൂടിയും നമ്മുടെ ക്ലാസിക് 350നെക്കാട്ടിലും ഒന്നുകൂടിയും ഒരു റെട്രോ ലുക്ക് ഈ വാഹനത്തിന് വരുന്നുണ്ട്. അപ്പോൾ ഈ വാഹനം വരുന്നത് 4 കളേഴ്സിലാണ്. ഒന്നൊരു പർപ്പിൾ ഹേസ് പറഞ്ഞൊരു പർപ്പിളിഷ് കളറിലാണ് വരുന്നത്. പിന്നെ നമുക്ക് ബ്ലാക്കിൽ വരുന്നുണ്ട്, ഈ ഒരു റെഡ് ഷെയ്ഡിൽ വരുന്നുണ്ട്. പിന്നെ ഒരു അട്രാക്റ്റീവ് കളർ, അത് നിങ്ങൾ എന്തായാലും ചെക്കൗട്ട് ചെയ്യേണ്ടതാണ്. ഞാൻ ഇമേജ് ഇതിൽ കൊടുക്കാം. ട്രിപ്പ് ടീൽ പറഞ്ഞൊരു കളർ, അത് ഞാൻ വാഹനം ലോഞ്ച് ചെയ്ത സമയത്ത് പെട്ടെന്ന് കണ്ടപ്പോൾ ഭയങ്കര അട്രാക്റ്റീവ് ആയതാണ്. ഒരു ഗോവൻ ട്രഡീഷൻ, പക്ക ഒരു ഗോവൻ ട്രഡീഷൻ, എന്താ പറയുക, അതിൻ്റെ എസെൻസ് മൊത്തം എടുത്തിട്ട് വാഹനത്തിൽ കൊടന്ന പോലെ ഒരു ഇതായിരുന്നു. ഈ വാഹനം ഇറക്കാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഗോവൻ ട്രഡീഷനെ ഇൻസ്പയർ ചെയ്തിട്ടുള്ളൊരു വാഹനമാണ് ഈ ഒരു ഗോവൻ ക്ലാസിക് 350. അതുകൊണ്ടാണ് ഈ ഒരു ബാഡ്ജിങ് നമുക്ക് കാണാം, ഗോവൻ ക്ലാസിക് 350 എന്ന് പേര്. പിന്നെ ആക്ച്വലി ഒരു ബോബർ സെറ്റപ്പിലാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ എന്തൊക്കെ ചേഞ്ചസ് ആണെന്ന് പറഞ്ഞാൽ ഈ ഒരു സീറ്റ് നിങ്ങൾക്ക് കാണാം. നമ്മൾ ഇൻ കേസ് നമ്മൾ ചെറിയൊരു ഷോർട്ട് സ്പിന്നിന് വേണ്ടിയിട്ട് ഇപ്പോൾ പുറത്ത് ഇറങ്ങുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ലോങ് ജേണിക്ക് പോവുകയാണെങ്കിൽ രണ്ടിനും കൂടിയും സെറ്റപ്പ് ചെയ്തിട്ടുള്ളൊരു സീറ്റാണ് ഇതിൽ വരുന്നത്. കാരണം ഈ ഒരു കുഷനിങ്ങും അതുപോലെ തന്നെ ഈ ഒരു ബാക്ക് സപ്പോർട്ട് വരുമ്പോൾ നമുക്ക് ബാക്ക് പെയിൻ അല്ലെങ്കിൽ ഒരു ടയർഡ്നെസ് ഫീൽ ചെയ്യില്ല. നല്ല കംഫർട്ടബിളായിട്ട് ഷോർട്ട് സ്പിന്നായാലോ ലോങ് ഡ്രൈവിനൊക്കെ നമുക്ക് പോകാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ഈ ഒരു സാധനം സെറ്റപ്പ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരു ചേഞ്ച് എന്താണെന്ന് വെച്ചാൽ നമുക്ക് എല്ലാതും LED ലൈറ്റ്സ് ആണ് വരുന്നത്. റെയറും അതുപോലെ തന്നെ ഫ്രണ്ടിലത്തെ ഹെഡ് ലാംപ്സ് ഞാൻ കാണിച്ചു തരാം. ടേൺ ഇൻഡിക്കേറ്റേഴ്സ് ഓൺ ചെയ്തിട്ട് അതുപോലെ തന്നെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് അപ്പോൾ നമുക്ക് കാണാം LED ലൈറ്റ്സ് ആണ് വരുന്നത്. ഹെഡ് ലാംപ്സും LED ആണ്, ടേൺ ഇൻഡിക്കേറ്റേഴ്സും LED ആണ്. നമുക്ക് റെയറിലേക്ക് നോക്കുകയാണെങ്കിലും LED ലൈറ്റ്സ് ആണ് വരുന്നത്, ടേൺ ഇൻഡിക്കേറ്റേഴ്സും. നമുക്ക് വാഹനം ഓഫ് ചെയ്യാം. പിന്നെ ഒരു ചേഞ്ച് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു ഡിജിറ്റൽ ആനലോഗിൻ്റെ പകരം നമുക്ക് ഈ ഒരു പ്യുവർ ക്ലാസിക് ആനലോഗാണ് വരുന്നത്. കാണാമല്ലോ അല്ലേ, ഞാൻ ഒന്നുകൂടി സൂം ചെയ്തിട്ട് കാണിച്ചു തരാം. ഈ ഒരു ആനലോഗിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു ക്ലാസിക് ഓൾഡ് സ്കൂൾ ടച്ചാണ് ഈ വാഹനം തരുന്നത്. പിന്നെ നമുക്ക് റോയൽ എൻഫീൽഡിൻ്റെ ട്രിപ്പർ വരുന്നത്. അപ്പോൾ ഞാൻ ഓഫാക്കിയിട്ട് ഒന്നുകൂടി കാണിച്ചു തരാം. ആ ഒരു റോയൽ എൻഫീൽഡ് ട്രിപ്പർ ബിൽഡ് വിത്ത് ഗൂഗിളിൽ നിന്ന് കാണിക്കും. അപ്പോൾ ഇതിൽ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമുക്ക് മുന്നേത്തെ റോയൽ എൻഫീൽഡിലും ഉണ്ടായിരുന്നു. അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് നാവിഗേഷൻ സിസ്റ്റം അല്ലെ ഗൂഗിളിൻ്റെ ഫംഗ്ഷൻസ് എല്ലാം നമുക്ക് ഇതിൽ പ്രവർത്തിക്കാൻ പറ്റും. പിന്നെ സർവീസ് ഡ്യൂവിൻ്റെയും ആ കാര്യങ്ങളൊക്കെ ഇൻഫോർമേഷൻ നമുക്ക് ഇതിൽ തരുന്നതാണ്. പിന്നെ ഒരു ബോബർ ടച്ച് കൊടുക്കാൻ വേണ്ടി നമുക്ക് ഈ ഏപ്പ് സ്റ്റൈൽ, റോയൽ എൻഫീൽഡ് വിളിക്കുന്ന ഏപ്പ് സ്റ്റൈൽ ഹാൻഡിൽ ബാർ എന്നാണ്. അപ്പോൾ നമ്മൾ കൈ ഇങ്ങനെ കുറച്ച് പൊക്കിയിരിക്കുമ്പോൾ അത്യാവശ്യം ഓടിക്കാൻ കംഫർട്ടബിളുമാണ്. പിന്നെ ഒരു ചേഞ്ച് നമ്മുടെ സാധാ ക്ലാസിക് 350യിൽ ആ ഒരു ഫംഗ്ഷൻ വരുന്നില്ല. പിന്നെ നിങ്ങളൊരു ശ്രദ്ധിച്ചോ, ഈ ഒരു എൻജിൻ ആക്ച്വലി ഇവിടെയാണ് വരുന്നത്. നമ്മുടെ ഫുട്ട് റെസ്റ്റും അതുപോലെ തന്നെ ബ്രേക്കിൻ്റെ ആ ഒരു ഓപ്ഷൻ വരുന്നത് അടുത്ത് തന്നെയാണ്. അപ്പോൾ നമ്മുടെ പൊസിഷൻ ഒരു അപ്രൈറ്റ് ആയിട്ടിരിക്കും. പക്ഷേ ഇതിലെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു എഞ്ചിൻ ഇവിടെ ആണെങ്കിൽ ഇത് കുറച്ചുകൂടി ഫ്രണ്ടിലേക്ക് മൂവ് ചെയ്തിട്ടാണ് നമ്മുടെ ഫുട്ട് റെസ്റ്റും അതുപോലെ തന്നെ ബ്രേക്കിൻ്റെ ഒരു ഓപ്ഷൻ വരുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് കാല് നീട്ടി വെച്ചിട്ട് ഒരു കംഫർട്ടബിളായ ഒരു പൊസിഷൻ ചാരി ഇരുന്നിട്ട് പോകാൻ പറ്റുന്നത്. അപ്പോൾ ചാരി ഇരിക്കുമ്പോൾ നമുക്ക് ഈ ഒരു ഏരിയ കൂടിയും കംഫർട്ടബിൾ ആയതുകൊണ്ട് തന്നെ അധികം ലോങ് ഡ്രൈവൊക്കെ പോകുമ്പോൾ നമുക്ക് ടയർഡ്നെസ് ഫീൽ ചെയ്യില്ല. ഈ വാഹനത്തിൻ്റെ എഞ്ചിനെ പറ്റി പറയുകയാണെങ്കിൽ സെയിം 349 cc J പ്ലാറ്റ്ഫോം എഞ്ചിനാണ് വരുന്നത്. 27 Nm ഓഫ് ടോർക്കും അതുപോലെ തന്നെ 20.2 bhp ഓഫ് പവറാണ് പ്രൊഡ്യൂസ് ചെയ്യുക. ഫ്രണ്ടിലത്തെ വീല് 19 ഇഞ്ചിൻ്റെയാണ്, റെയറത്തെ 16 ഇഞ്ചിൻ്റെ വീൽസാണ് വരുന്നത്. നമുക്ക് എക്സോസ്റ്റ് പൈപ്പൊക്കെ കാണാം, അത്യാവശ്യം നല്ല ഭംഗിയായിട്ടുണ്ട്. 4 സ്ട്രോക്ക് സിംഗിൾ സിലിണ്ടർ എയർ കൂൾഡ് എഞ്ചിനാണ് വരുന്നത്. എഞ്ചിൻ്റെ കുറച്ചൊരു നേക്കഡിഷ് ലുക്കാണ് കൊടുത്തിട്ടുള്ളത്. അത് വലിയ വ്യത്യാസം നമുക്ക് ആ വാഹനത്തിന് സാധാ ക്ലാസിക് 350 വരുന്നില്ല. നമുക്കിവിടെ ഗോവൻ ക്ലാസിക് 350 ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ആ കാണാനും അത്യാവശ്യം നല്ല ഭംഗിയായിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഫ്രണ്ടിലത്തെ മഡ് ഗാർഡ് നോക്കുകയാണെങ്കിലും ഈ ഒരു ഏരിയ നമുക്ക് റിമൂവബിൾ ആണ്. കാണാമല്ലോ, ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു മെറ്റീരിയലാണ് കൊടുത്തിട്ടുള്ളത്. നമുക്കിത് വേണമെങ്കിൽ റിമൂവ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ റെയറിലും നമുക്ക് ആ ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. പിന്നെ റോയൽ എൻഫീൽഡിൻ്റെ ഒരു ബാഡ്ജിങ് നമുക്ക് കാണാം. അത്യാവശ്യം റോയൽ എൻഫീൽഡ് ബാഡ്ജിങ്ങിൻ്റെ പുറമെ നമുക്ക് ഈ ഒരു എന്താ ഒരു മെറ്റൽ ഒരു ബാറ് കൊടുത്തിട്ടാണ് ഈ റോയൽ എൻഫീൽഡിൻ്റെ ബാഡ്ജിങ് എംബഡ് ചെയ്തിട്ടുള്ളത്. എന്നാൽ നമുക്ക് ഈ ഒരു
ഇതിൽ നമുക്ക് ആ ഒരു സംഭവം വരുന്നില്ല. അപ്പോൾ ഇതൊക്കെയായിരുന്നു മേജർ ചേഞ്ചസ് നമുക്ക്. പിന്നെ ഓൾ വീൽ ഡിസ്ക് ബ്രേക്സ് ആണ് വരുന്നത്. ഇതാണ് മേജർ ചേഞ്ചസ് ഒറ്റയടിക്ക് നമുക്ക് നോട്ടത്തിൽ പറയാൻ പറ്റുന്നത്. പിന്നെ സാധാ റോയൽ എൻഫീൽഡിൻ്റെ ലോഗോ അല്ല ഇതിന് വരുന്നത്. ഇപ്പോൾ റോയൽ എൻഫീൽഡിൻ്റെ ലോഗോ ഇതാണെങ്കിൽ ഈ ഒരു ഗോവൻ ക്ലാസിക് 350 നമുക്ക് റോയൽ എൻഫീൽഡ് ഇങ്ങനത്തെ ഒരു ലോഗോ ആണ് വരുന്നത്. എനിക്ക് തോന്നുന്നത് എൻ്റെ ഒരു ഇൻഫ്ലുവൻസിൽ അല്ലെങ്കിൽ എൻ്റെ ഒരു ഇൻ്റർപ്രിട്ടേഷനിൽ എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ ഗോവ ഒരു സമുദ്രത്തിൻ്റെ അടുത്തുള്ളൊരു ഗ്രാമം അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് ആണല്ലോ. അപ്പോൾ അവിടെ കൂടുതലും മറൈൻ റിലേറ്റഡ് ആണ്. അപ്പോൾ ഈ ഒരു ലോഗോ കണ്ടിട്ട് എനിക്ക് തോന്നുന്ന ഒരു ഷിപ്പിൻ്റെ ഒരു നമ്മുടെ ഷിപ്പിൻ്റെ സ്റ്റീറിംഗ് ഉണ്ടല്ലോ, ആ ഒരു ഷേപ്പിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്, ഒരു മറൈൻ ലുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ഭംഗിയിലാണ് ഈ വാഹനം ഉണ്ടാക്കിയിട്ടുള്ളത്. അവർ 35 km/L സംതിങ് മൈലേജാണ് ഈ വാഹനത്തിന് വരുന്നത്. നമുക്ക് ഈ വാഹനം ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഇതാണ് വാഹനത്തിൻ്റെ കീ, അതൊക്കെ സെയിം കീ തന്നെയാണ് വരുന്നത്. നമുക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് ഗിയർ മാറ്റേണ്ട സജഷൻ ഇതെല്ലാം നമുക്ക് പറയുന്നത്. കാരണം ബിഗിനർ റൈഡറിനാവുമ്പോൾ കംഫർട്ടബിളായിട്ട് ഗിയർ വേറും ടയറൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട്, ഡിപ്രിസിയേഷൻ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അവർ സജഷനും നമുക്ക് തരും എപ്പോഴും ഗിയർ മാറ്റേണ്ട ആ ഒരു ഓപ്ഷനും. പിന്നെ നമുക്ക് ഇതിൽ ഡുവൽ ചാനൽ ABS ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു വാഹനം സ്റ്റാർട്ട് ചെയ്യാം. ഇതിൻ്റെ എക്സോസ്റ്റ് നോട്ട് ഒന്ന് നോക്കിയാലോ. അത്യാവശ്യം നല്ലൊരു മേഡിലൊക്കെ ഗണ്ണെന്നൊക്കെ പറയില്ലേ, റോയൽ എൻഫീൽഡിൻ്റെ ഒരു ടാഗ് ലൈൻ പോലെ തന്നെ. അപ്പോൾ ആ ഒരു സൗണ്ട് കേൾക്കാൻ തന്നെ ഭയങ്കര ഒരു എന്തൂസിയാസമാണ്. അപ്പോൾ ഇതൊക്കെ ആയിരുന്നു ഈ വാഹനത്തിനെ പറ്റിയിട്ടുള്ള വിശേഷങ്ങൾ. അപ്പോൾ ഇതിൻ്റെ ലെങ്ത് ആക്ച്വലി ഈ സാധാ ക്ലാസിക് 350-നെക്കാട്ടിലും കുറച്ചുകൂടി കൂടുതലാണ് വരുന്നത്. അപ്പോൾ നന്ദി, നമസ്കാരം. ഇതിലും നല്ല വീഡിയോസ് ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. ഇറ്റ്സ് മീ പ്രണവ്, സൈനിങ് ഔട്ട്.